പ്രശ്ന പരിഹാരത്തിന് 5 ചേരുവകൾ ചേർന്ന ഒരു ഉഗ്രൻ റെസിപ്പി. നമ്മളെല്ലാവരും മനുഷ്യരാണല്ലേ. നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും, എല്ലാ കാര്യങ്ങളെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല അല്ലേ. പക്ഷേ ഇങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് നമ്മുടെ കൺട്രോളിലാണ്. ഒന്നാമത്തെ റെസിപ്പി, പോസിറ്റീവ് മനോഭാവം നിലനിർത്തുക. പ്രശ്നങ്ങളെ വളരെ പ്രാക്ടിക്കൽ സെൻസിൽ കാണാൻ ശ്രമിക്കുക. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വിഷമം ഉണ്ടാവും. പക്ഷേ അതിനൊരു സമയം കൊടുക്കുക. അല്ലാതെ ദിവസങ്ങളോളം ഒരു മുക്കിൽ പോയിരുന്ന് കരഞ്ഞ് നിലവിളിച്ച് സ്വയം കുറ്റപ്പെടുത്തിയും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയും മനസ്സിനെ കലുഷിതമാക്കാതിരിക്കുക. പ്രശ്നപരിഹാര മാർഗങ്ങൾ ആരായുക, കണ്ടെത്തുക. പ്രശ്നപരിഹാരത്തിന് മനസ്സ് തയ്യാറായി കഴിയുമ്പോൾ തന്നെ പ്രശ്നം പാതി പരിഹരിക്കപ്പെടുന്നു എന്നാണ്. അന്വേഷിക്കുവിൻ കണ്ടെത്തും എന്നാണല്ലോ. ഇനി രണ്ടാമത്തെ റെസിപ്പി എന്ന് പറയുന്നത് പ്രശ്നങ്ങളെ സത്യസന്ധമായി വിലയിരുത്തുക എന്നുള്ളതാണ്. ഒരു പ്രശ്നത്തെ 10 മനുഷ്യർ 10 ആയിട്ടാണ് കാണുന്നത്. ഞാൻ എന്നും എൻ്റെ വശം മാത്രം കാണാൻ ശ്രമിച്ചാൽ ഒരിക്കലും പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടായില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രശ്നങ്ങളെ എഴുതി വയ്ക്കുക. പ്രശ്നങ്ങളുടെ പ്രാധാന്യം അനുസരിച്ച് അതിന് ലിസ്റ്റ് ചെയ്യുക. ഇങ്ങനെ എഴുതുമ്പോൾ ഈ പ്രശ്നം എൻ്റെ ആരോഗ്യത്തെ, എൻ്റെ സന്തോഷത്തെ എന്തുമാത്രം ഹനിക്കുന്നു എന്നും എൻ്റെ സമയം എന്തുമാത്രം അപഹരിച്ചു എന്നും കൂടെ എഴുതി വയ്ക്കുക. ഇങ്ങനെ എഴുതി വയ്ക്കുമ്പോൾ തന്നെ പ്രശ്നം ഏതാണ്ട് പരിഹരിക്കപ്പെടും. കാരണം നമ്മൾ അപ്പോഴും തന്നെ ചിന്തിച്ചു തുടങ്ങും, ഈ ഒരു ചെറിയ കാര്യത്തിനാണോ എൻ്റെ ഇത്രയും സമയം ഞാൻ ചിലവഴിച്ചത്, ഈ ഒരു ചെറിയ കാര്യത്തിനാണോ എൻ്റെ സന്തോഷം ഇല്ലാതാക്കി ഇത്രയും ദിവസം കരഞ്ഞ് നിലവിളിച്ച് നടന്നത് എന്ന് നമ്മൾ സ്വയം ചിന്തിച്ചു തുടങ്ങും. ഇനി എഴുതി വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാക്കിയ ആളുടെ സ്ഥാനത്തേക്ക്, പ്രശ്നക്കാരൻ്റെ സ്ഥാനത്തേക്ക് നമ്മളെ ഒന്ന് മാറ്റി നിർത്തി ചിന്തിക്കുക. നമ്മൾ ആ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ പ്രശ്നങ്ങൾ വളരെ ലഘുവായി തീരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഈ സൈഡിൽ നിന്ന് കണ്ട 9 തന്നെയാണ് അയാൾ ആ സൈഡിൽ നിന്ന് കണ്ട 6 എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി മൂന്നാമത്തെ റെസിപ്പി എന്ന് പറയുന്നത്, എന്തുകൊണ്ട് ഈ പ്രശ്നം എന്നെ ഇത്രയധികം ബാധിച്ചു, എന്നെ ബുദ്ധിമുട്ടിച്ചു എന്നറിയാൻ ശ്രമിക്കുക. പല പ്രശ്നങ്ങളും നമ്മെ ബാധിക്കുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞു പോകുന്ന, വീണു പോകുന്ന ചില വാക്കുകളോ അല്ലെങ്കിൽ അയാളുടെ പ്രവൃത്തികളോ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ തന്നെ പർവ്വതീകരിച്ച സിറ്റുവേഷൻസ്, ചുറ്റുപാടുകളായിരിക്കും. ജീവിതത്തിലെ 80% പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നത് പ്രശ്നത്തെക്കുറിച്ചുള്ള അവബോധം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ ചുറ്റും ഒരുപാട് വ്യക്തികളുണ്ട്, വർഷങ്ങളായി പിണങ്ങി പിരിഞ്ഞിരിക്കുന്ന ഒരുപാട് വ്യക്തികൾ. എന്നാൽ എന്താണ് അവരുടെ പിണക്കത്തിന് കാരണമെന്ന് ചോദിച്ചാൽ അവരത് മറന്നുപോയിരിക്കും, അവർക്ക് ഓർമ്മയില്ല. അത്രയും നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് പിണങ്ങിയിരിക്കുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ള പലരും. അപ്പോൾ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധമില്ലാത്തതാണ് പ്രശ്നങ്ങളെ രൂക്ഷമാക്കി തീർക്കുന്നത്. നമ്മുടെ ഈഗോ ഒന്ന് മാറ്റി വെച്ചുകൊണ്ട് ഒരു പ്രശ്ന വിചിന്തനം നടത്തിയാൽ തന്നെ പ്രശ്നപരിഹാരം ഒരു പരിധി വരെ ആയി കഴിയും. ഇനി നാലാമത്തെ റെസിപ്പി എന്ന് പറയുന്നത്, പ്രശ്നപരിഹാരം ഞാൻ തന്നെ കണ്ടെത്തണം എന്ന ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. പ്രശ്നപരിഹാരത്തിന് വേറൊരാൾ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നാൽ കാലതാമസം ഉണ്ടാകും. അതുമാത്രമല്ല, പ്രശ്നങ്ങൾ നമ്മൾ ഇന്നുവരെ ചിന്തിക്കാത്ത ഒരു തലത്തിൽ വരെ കൊണ്ടെത്തിച്ചെന്ന് വരും. അപ്പോൾ അതുകൊണ്ട് പ്രശ്നപരിഹാരത്തിന് തൊട്ടടുത്ത സമയം തന്നെ കണ്ടെത്തുക, ഉടൻ തന്നെ പ്രശ്നപരിഹാരം നടത്തുകയും ചെയ്യുക. നമ്മൾ എന്നും നടന്ന നിർബന്ധങ്ങളുടെ, ദുശാഠ്യങ്ങളുടെ വഴിയിൽ നിന്ന് ഒന്ന് മാറി നടന്ന് നോക്കിയാൽ തന്നെ പ്രശ്നങ്ങൾ അലിഞ്ഞില്ലാതാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അഞ്ചാമത്തതും വളരെ വളരെ പ്രധാനപ്പെട്ടതുമായ റെസിപ്പി, പ്രശ്നപരിഹാരത്തിന് പറ്റിയ ദിനം ഇന്നാണ്. ഒന്നും നാളത്തേക്ക് മാറ്റി വയ്ക്കാതിരിക്കുക. കാലം മുറിവുണക്കും എന്നാണ് പഴമൊഴിയെങ്കിലും ഇന്നത്തെ ചുറ്റുപാടുകൾ മുറിവിൻ്റെ ആഴം കൂട്ടുന്നതായാണ് കാണുന്നത്. പ്രശ്നപരിഹാരത്തിന് തൊട്ടടുത്ത സമയം തന്നെ കണ്ടെത്തുക. നമ്മുടെ മനസ്സ് നമ്മുടെ കൈപ്പിടിയിലായിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങളെ തട്ടിമാറ്റി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. കഴിഞ്ഞുപോയ പ്രശ്നങ്ങളിൽ നിന്നുണ്ടാവുന്ന അനുഭവങ്ങൾ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ സുഗമമായി ഓടിക്കയറാനുള്ള പടിക്കെട്ടുകളാക്കി നമുക്ക് മാറ്റാം. അങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ കരിയറിലും നമ്മുടെ ബന്ധങ്ങളിലും പോലും വിജയക്കൊടി പാറിക്കാൻ നമുക്ക് സാധിക്കും. ക്രിയാത്മകമായി ചിന്തിക്കുന്നവരെ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ. നാം എന്നാണോ നമ്മെ ക്രിയാത്മകമായി ചിന്തിക്കാൻ പരുവപ്പെടുത്തുന്നത്, അന്ന് നമ്മുടെ ജീവിതവും വിജയിച്ചു തുടങ്ങും.
You can't go back and change the beginning, but you can start where you are and change the ending. Thank you.